പ്രിയപ്പെട്ടവരെ, കേസരിയുടെ വളരെ പ്രധാനപ്പെട്ട അവതാരികകളിലൊന്ന് അദ്ദേഹം എടപ്പള്ളിയുടെ മണിനാഥത്തിന് എഴുതിയ അവതാരികയാണ്. ഇന്നലെ ഞാൻ സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചതുപോലെ കേസരിയുടെ അതിപ്രസിദ്ധങ്ങളായ, ഒരുപക്ഷെ അത്ര തന്നെ വിമർശനം ഏറ്റുവാങ്ങുകയും ചെയ്ത 3-4 അവതാരികകളിലൊന്നാണ് മണിനാഥത്തിൻ്റേത്. സ്പന്ദിക്കുന്ന അസ്ഥിമാടത്തിനും മണിനാഥത്തിനും നിമിഷത്തിനും കടത്തുവഞ്ചിക്കും എഴുതിയ അവതാരികകൾ, ആ അവതാരികകളിലൂടെ കേസരി സാഹിത്യ പ്രസ്ഥാനങ്ങളുടെ സ്വഭാവം നിർവചിക്കുകയും സാഹിത്യ പ്രസ്ഥാനങ്ങൾ എങ്ങനെയാണ് ചരിത്രപരമായി നിലവിൽ വരുന്നത് എന്നതിനെക്കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തതാണ്. ലോകത്തിൻ്റെ ശ്രദ്ധയിൽ അന്ന് ആ അവതാരികകൾ പതിയാൻ അതിനേക്കാളൊക്കെ കാരണമായത് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ, അവതാരിക ഏത് കൃതിക്കാണോ അതിനേക്കാൾ എത്രയോ വലിപ്പത്തിലാണ് കേസരി ആ അവതാരികകൾ എഴുതിയത്. കൃതികളുടെ ചിലപ്പോൾ അതിനേക്കാൾ വലുത്, ചിലപ്പോൾ പല മടങ്ങ് വലിപ്പം എന്ന് പറയാവുന്ന അത്ര വലിപ്പത്തിൽ പോലും കേസരി അവതാരികകൾ എഴുതി. അത്തരമൊരു അവതാരികയാണ് മണിനാഥത്തിൻ്റേത്. മണിനാഥത്തിൻ്റെ അവതാരികയിൽ കേസരി എഴുതുന്ന ഒരു വാക്യം ഒരർത്ഥത്തിൽ കേസരിയുടെ കലാചിന്തയെ സംബന്ധിച്ച് വലിയ പ്രാധാന്യമുള്ളതാണ് എന്ന് ഞാൻ കരുതുന്നു. അതൊരിടത്ത് മാത്രമല്ല, ഇതേ ആശയം അദ്ദേഹത്തിൻ്റെ പല രചനകളിൽ പലപ്പോഴായി വന്നിട്ടുണ്ട്. അത് മണിനാഥത്തിൻ്റെ അവതാരികയിൽ കേസരി എഴുതുന്നത് സാഹിത്യത്തിൻ്റെ നിർമ്മാണ ഘടകത്തിലുള്ള പ്രാധാന്യത്തെ നാം വിസ്മരിച്ചുകൂടാ. ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ സാഹിത്യം ഒരു നിർമ്മാണ സാമഗ്രിയാണ് എന്നതാണ് കേസരിയുടെ ഒരു വാദം. അത് അദ്ദേഹം ആദ്യമായി പറയുന്നത് മണിനാഥത്തിൻ്റെ അവതാരികയിലല്ല. അതിനു മുമ്പ് 2 സവിശേഷ സന്ദർഭങ്ങളിൽ കേസരി കാര്യം പറയുന്നുണ്ട്. ഒന്നാമത്തേത് 1929 ഞാൻ ഇന്നലെ സൂചിപ്പിച്ച തിരുവനന്തപുരത്ത് ചേർന്ന തിരുവിതാംകൂർ യൂത്ത് ലീഗിൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ അദ്ദേഹം യുവാക്കൾ രാഷ്ട്രീയ വിദ്യാഭ്യാസവും പൊതുവിജ്ഞാനവും ആർജിക്കുന്നത് പോലെ സൗന്ദര്യാത്മക ബോധവും കൈവരിക്കണം എന്ന കാര്യം അദ്ദേഹം പറയുന്നു. അവിടെ ഈ നിർമ്മാണ ഘടകം എന്ന വാക്ക് അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ആധാരമായി സൗന്ദര്യാത്മക ബോധം വേണം എന്നത് കേസരി പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ന് ഓർക്കേണ്ട കാര്യമാണ്, കേസരിയുടെ ആ പ്രസംഗത്തിന് 100 വർഷം തികയാറാകുന്നു. ഇപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സമ്മേളനത്തിൽ, യുവാക്കളുടെ സമ്മേളനത്തിൽ രാഷ്ട്രീയ ബോധവും പൊതുവിജ്ഞാനവും ആർജിക്കുന്നത് പോലെ സൗന്ദര്യബോധവും ആർജിക്കണം എന്ന ഒരു നിർദ്ദേശം ഉണ്ടാകാനുള്ള സാധ്യത വളരെ പരിമിതമാണ് എന്ന കാര്യം നമുക്ക് അറിയാം. 1935 കേസരി വീണ്ടും ഈ ആശയം പറയുന്നുണ്ട്. നവലോകത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ആമുഖത്തിൽ കേസരി എഴുതുന്ന ഒരു കാര്യം, ഇന്ന് സൃഷ്ടിയിലിരിക്കുന്ന നവലോകത്തിൻ്റെ രൂപവൽക്കരണത്തിൽ കലയ്ക്ക് അതിപ്രധാനമായ ഒരു പങ്ക് വഹിക്കാനുണ്ട് എന്നാണ്. നവലോകത്തിൻ്റെ നിർമ്മിതിയിൽ കലയ്ക്കൊരു വലിയ പങ്കുണ്ട്. ഇങ്ങനെ പല സന്ദർഭങ്ങളിലായി കേസരി കലയെക്കുറിച്ച് പറയുന്ന ഒരാശയം, കല ഒരു കേവലാനുഭൂതിയുടെ ലോകമല്ല, കല സാമൂഹിക യാഥാർത്ഥ്യങ്ങളുടെയോ ചരിത്ര സന്ദർഭങ്ങളുടെയോ ഒരു പ്രതിനിധാന സാമഗ്രിയും അല്ല, മറിച്ച് കല ഒരു നിർമ്മാണ സാമഗ്രിയാണ്. സാങ്കേതികമായ ഭാഷയിൽ പറഞ്ഞാൽ കല കോൺസ്റ്റിറ്റ്യൂട്ടീവ് ആണ്, റിഫ്ലക്റ്റീവ് അല്ല, അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് അല്ല. കല പ്രതിഫലിപ്പിക്കുകയല്ല. കല സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുകയല്ല, പകർത്തി കാണിക്കുകയോ അതിൻ്റെ പ്രതിനിധാനമായി പ്രവർത്തിക്കുകയോ അല്ല, മറിച്ച് കല നിർമ്മിക്കുകയാണ്. ഇത് വാസ്തവത്തിൽ കലയെക്കുറിച്ചുള്ള, കല എന്ന് ഞാൻ പറയുന്നത് സാഹിത്യം ഉൾപ്പെടെ മനുഷ്യൻ്റെ സർഗാത്മകമായ എല്ലാ ആവിഷ്കാരങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടാണ് കല എന്ന് പറയുന്നത്. ഇത് കലയെക്കുറിച്ചുള്ള അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, അന്നത്തെ എന്നത് പറഞ്ഞാൽ
ആധുനികത ജന്മം നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വീക്ഷണങ്ങൾക്കും എതിരായ ഒരു കാഴ്ചപ്പാടാണ്. രണ്ട് വീക്ഷണങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തേത് കല പകരുന്നത് കേവലാനന്ദമാണ് എന്ന പല രൂപത്തിലുള്ള എസ്തെറ്റിസിസം എന്ന് നമുക്ക് വിളിക്കാവുന്ന, ലാവണ്യവാദം എന്ന് വിളിക്കാവുന്ന ഒരു വീക്ഷണം. രണ്ട്, കല സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ പ്രതിപാദിക്കുന്ന, പ്രതിഫലിപ്പിക്കുന്ന, പ്രതിനിധാനം ചെയ്യുന്ന ഒരു സാമഗ്രിയാണ് എന്ന സാമൂഹ്യശാസ്ത്രപരമായ വീക്ഷണം. ആദ്യത്തേത് ലാവണ്യശാസ്ത്രത്തിൻ്റേതാണെങ്കിൽ, ലാവണ്യവാദത്തിൻ്റേതാണെങ്കിൽ, രണ്ടാമത്തേത് സാമൂഹ്യശാസ്ത്രത്തിൻ്റേതായ ഒരു വീക്ഷണമാണ്. ആദ്യ വീക്ഷണത്തിൻ്റെ പ്രതിനിധികൾ കരുതുന്നത് സമൂഹ യാഥാർത്ഥ്യങ്ങളിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്ന ഒരു സവിശേഷമായ അനുഭൂതിയുടെ ലോകമായി കല നിലനിൽക്കുന്നുണ്ട്, ആസ്വാദനം അതിനെ മുൻനിർത്തിയാണ് നടക്കുന്നത് എന്നതാണ്. പൊതുവെ പറഞ്ഞാൽ ആധുനികതയുടെ കലാദർശനത്തെ നമുക്ക് 4-5 വാക്യങ്ങളിൽ സംഗ്രഹിച്ചാൽ, അല്ലെങ്കിൽ 4-5 പ്രധാനപ്പെട്ട പ്രസ്താവനകളായിട്ട് ചുരുക്കി പറഞ്ഞാൽ, ഒന്നാമത്തേത് സുനിശ്ചിതമായ ഒരു ലോക യാഥാർത്ഥ്യമുണ്ട്. നോക്കുന്ന ആൾക്കും വീക്ഷണത്തിനും പുറത്ത് സുനിശ്ചിതമായൊരു ലോക യാഥാർത്ഥ്യം നിലനിൽക്കുന്നു. രണ്ട്, ഈ സുനിശ്ചിതമായ ലോക യാഥാർത്ഥ്യത്തെ പ്രതിഭാശാലിത്വമുള്ള കലാകാര വ്യക്തിത്വം അഭിമുഖീകരിക്കുന്നു. ഞാൻ ലോകത്തെ നോക്കുന്നു, ലോകം എനിക്ക് പുറത്ത് നിലകൊള്ളുന്നു, ഞാൻ ഈ ലോകത്തെ വീക്ഷിക്കുന്നു. ആ വീക്ഷിക്കുന്ന കലാകാര വ്യക്തിത്വം പ്രതിഭാശാലിത്വം നിറഞ്ഞതാണ്. അതിനെയാണ് ആധുനികത ജീനിയസ് എന്ന് വിളിച്ചത്. ഈ നോട്ടത്തിലൂടെ സാമാന്യേന ഒരാൾക്ക് ലഭിക്കാത്ത വളരെ അനന്യമായ അനുഭവമണ്ഡലം അയാൾക്ക് പ്രാപ്തമാകുന്നു. അങ്ങനെ ഒരു സൗന്ദര്യാനുഭൂതിയുടെ ലോകം ഈ നോക്കുന്ന കലാകാര വ്യക്തിത്വത്തിന് കൈവരുന്നു. നാലാമത്തേത്, ഇങ്ങനെ കൈവന്ന സൗന്ദര്യാനുഭൂതിയെ മാധ്യമനിഷ്ഠമായി പ്രകാശിപ്പിക്കുന്നു. വാക്കുകളിലൂടെയോ വരകളിലൂടെയോ ശബ്ദത്തിലൂടെയോ ചിത്രത്തിലൂടെയോ ഒക്കെ പ്രതിപാദിക്കുന്നു. അതാണ് കലയായി രൂപമാർജിക്കുന്നത്. അവസാനത്തേത്, ഇങ്ങനെ മാധ്യമനിഷ്ഠമായ പ്രകാശനത്തെ ആസ്വദിച്ചുകൊണ്ട് സൗന്ദര്യാനുഭൂതിയിലേക്ക് ആസ്വാദകരും എത്തിച്ചേരുന്നു. ഇങ്ങനെ സുനിശ്ചിതമായ ലോകയാഥാർത്ഥ്യം, ആ സുനിശ്ചിതമായ ലോകയാഥാർത്ഥ്യത്തെ സവിശേഷമായ നിലയിൽ അഭിമുഖീകരിക്കുന്ന കലാകാര വ്യക്തിത്വം, ആ അഭിമുഖീകരണം വഴി കൈവരുന്ന സൗന്ദര്യാനുഭവം, ആ സൗന്ദര്യാനുഭവത്തിൻ്റെ മാധ്യമനിഷ്ഠമായ പ്രകാശനം, ആ പ്രകാശനത്തിലൂടെ ഈ സൗന്ദര്യാനുഭവത്തിൽ പങ്കുചേരുന്ന ആസ്വാദകത്വം, ഈ 5 തത്വങ്ങളാണ് ഒരർത്ഥത്തിൽ ആധുനികതയുടെ കലാദർശനത്തിൻ്റെ കാതൽ. അതുകൊണ്ട് സാധാരണ മനുഷ്യർക്ക് അഭിഗമ്യമല്ലാത്ത കലാകാര പ്രതിഭ കൊണ്ട് എഴുത്തുകാർക്കും മറ്റുള്ളവർക്കും കൈവരുന്ന ഒരു അനുഭൂതിയുടെ തലമുണ്ടെന്നും, ഈ അനുഭൂതി തലത്തെ പ്രകാശിപ്പിക്കുന്ന രൂപസംവിധാനത്തിലാണ് കല നിലകൊള്ളുന്നത് എന്നുമുള്ള ഒരു വീക്ഷണം ഏറിയും കുറഞ്ഞും എല്ലാ തരത്തിലുള്ള ആധുനികമായ വീക്ഷണ കലാദർശനങ്ങളിലും ലാവണ്യവാദ സങ്കല്പങ്ങളിലും ഉണ്ട്. ഇതിനോട് എതിരിട്ടുകൊണ്ട് ഒരർത്ഥത്തിൽ കലയുടെ ഈ സ്വതന്ത്ര പദവിയെ, അല്ലെങ്കിൽ അതിൻ്റെ എക്സ്ക്ലൂസീവ് ക്യാരക്ടറിനെ 19-ാം നൂറ്റാണ്ട് മുതൽ വെല്ലുവിളിച്ചത് സാമൂഹ്യശാസ്ത്ര വീക്ഷണമാണ്. സാമൂഹ്യശാസ്ത്ര വീക്ഷണം പൊതുവെ ചെയ്തത്, ഇങ്ങനെ കലയ്ക്ക് അതിൻ്റെ ഒരു സ്വന്തം ജീവിതം, സ്വകാര്യ ജീവിതമൊന്നുമില്ല, അത് സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ പല നിലയിൽ അവതരിപ്പിക്കുകയും ആവിഷ്കരിക്കുകയും പ്രതിഫലിപ്പിക്കുകയും ഒക്കെയാണ് ചെയ്യുന്നത് എന്ന ഒരു സാമൂഹ്യശാസ്ത്രത്തിൻ്റെ ഒരു അനുബന്ധ ലോകം എന്ന നിലയിൽ കലയെ കാണുന്ന ഒരു കാഴ്ചപ്പാട് 19-ാം നൂറ്റാണ്ട് വികസിച്ചു വന്നു. 19-ാം നൂറ്റാണ്ടിൽ തന്നെ മാർക്സ് വാസ്തവത്തിൽ ഈ 2 വീക്ഷണങ്ങൾക്കും എതിരെ കലയെക്കുറിച്ച് വളരെ മൗലികമായ ഒരു നിരീക്ഷണം നടത്തുന്നുണ്ട്. മാർക്സിൻ്റെ അത്യന്തം കാവ്യാത്മകമായ ഭാഷയിൽ മാർക്സ് ഒരിടത്ത് പറയുന്നത്, art is at the same time a secret confession and the immortal movement of its own time എന്നാണ്.
കല ഒരേ സമയം രഹസ്യമയമാണ്.